ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടയ്ക്ക് പഴയ സിനിമകൾ കാണുന്നൊരു സ്വഭാവം എനിക്കിപ്പോഴുണ്ട്. അത് മറ്റൊന്നുകൊണ്ടല്ല, പഴയ പാട്ടുകൾ, പഴയ സിനിമകൾ, പഴയ സിനിമാക്കാരുടെ അഭിനയങ്ങൾ ഇതൊക്കെ കണ്ട് ഇരിക്കാൻ സുഖമാണ്. എത്ര പ്രാവശ്യം കണ്ടാലും നമുക്കത് മതിയാവില്ല. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല. പാട്ടുകൾ കേട്ടാൽ അപ്പോൾ തന്നെ നമുക്ക് മറക്കാൻ തോന്നും, കാണാതിരിക്കാൻ തോന്നും. അപ്പോൾ കണ്ടു മറക്കുക എന്നതൊഴിച്ച് മറ്റൊന്നും നമുക്ക് പറ്റുന്നില്ല ഇപ്പോൾ. ആ രീതിയിലേക്ക് സിനിമകൾ കൂടുതലും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ കുറ്റം കൊണ്ടാവാം. എന്നാലും നിങ്ങൾ ആലോചിക്കുക, എവിടെ പോയാലും പഴയ പാട്ടുകൾ കേൾക്കാറുള്ളത്. നിങ്ങളൊരു കാറിൽ പോയാലും നിങ്ങൾ പാട്ട് കേൾക്കാനും പഴയ പാട്ടുകളായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ആലോചിച്ചപ്പോൾ ഞാൻ അടുത്ത് കുറേ സിനിമകൾ കണ്ടപ്പോൾ ഞാൻ അടുപ്പിച്ച് കണ്ട കുറച്ച് സിനിമകളിൽ ശ്രീവിദ്യയുടെ സിനിമകളാണെന്ന് ആലോചിക്കണം. ശ്രീവിദ്യ എന്ന് കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സും സന്തോഷിച്ചു അല്ലേ? അത് ശ്രീവിദ്യയെക്കുറിച്ച് ആദ്യം ആലോചിക്കുമ്പോൾ ഈ കുട്ടികളുടെ ഒരു മുഖം, സുന്ദരിയായ ഒരു കുട്ടിയുടെ മുഖമാണ് അവർക്ക് വരിക. ശരീരം കുറച്ച് ഫാറ്റാണെങ്കിലും അവർ കണ്ടിരിക്കാനൊരു സുഖം നമുക്കുണ്ടായിരിക്കും. നമ്മൾ എന്താ ചേച്ചി അല്ലെങ്കിൽ എന്താ അഞ്ചെത്തി എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നും. മറ്റുള്ളവർ വേറെയിൽ കാണും, നമ്മൾ നമ്മുടെ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള ശ്രീവിദ്യ ബഹുഭാഷകൾ, തമിഴിലും മലയാളത്തിലുമാണ് അവർ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്. അത് തന്നെ അവർ സത്യത്തിൽ ശ്രീവിദ്യ മലയാളിയാണോ എന്ന് ചോദിച്ചാൽ മലയാളിയല്ല എന്ന് പറയാം. മലയാളി അല്ലേ എന്ന് ചോദിച്ചാൽ മലയാളിയാണെന്നും പറയാം. കാരണം പ്രശസ്ത ഗായിക സംഗീതജ്ഞ എം.എൽ. വസന്തകുമാരിയുടെ മകൾ, പാട്ടുകാരി കൂടിയായ ശ്രീവിദ്യ, പ്രണയത്തിന് വേണ്ടി ദാഹിച്ചു നടന്ന ഒരു അഭിനേത്രി, പ്രണയത്തിന് വേണ്ടി ജീവിതം ഹോമിക്കപ്പെട്ട ഒരു നടി. എങ്ങനെ വിശേഷണങ്ങൾ ധാരാളമുണ്ട്. കുടുംബ പശ്ചാത്തലം മാന്യമായ കുടുംബമാണ്, സമ്പത്തും അത്യാവശ്യമുണ്ട്, അറിയപ്പെടുന്ന ബ്രാഹ്മൺ കുടുംബത്തിലെ മെമ്പർ. ഇങ്ങനെയൊക്കെയാണ് ശ്രീവിദ്യ അധികാരം അറിഞ്ഞിരുന്നാലോചിക്കണം. ശ്രീവിദ്യ മലയാള സിനിമയിലേക്ക് വന്നു. മലയാള സിനിമയ്ക്ക് വരുമ്പോൾ തന്നെ ആലോചിക്കണം, നമുക്ക് പലരും ചില പ്രത്യേക ഘട്ടത്തിൽ, പ്രായത്തിൻ്റെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ പ്രണയം വരാറുണ്ട്. പ്രണയിക്കാത്തവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപൂർവം പേരേ ഉണ്ടാവുള്ളൂ. അതൊരു കുറ്റമല്ല. പ്രണയിക്കാത്ത മനസ്സുകളുണ്ടോ, ദിവാസ്വപ്നം കാണാത്തവരുണ്ടോ, ഇതൊക്കെ ചുരുക്കമായിരിക്കും. അപ്പോൾ ആ കൂടെ അഭിനയിക്കുന്നവർ, ഉദാഹരണമായിട്ട് ശ്രീവിദ്യയുടെ ആദ്യം മനസ്സിൽ പതിഞ്ഞ പ്രണയ കാമുകൻ നമ്മുടെ കമലഹാസൻ തന്നെയാണെന്ന് ആലോചിക്കണം. കമലഹാസനും ശ്രീവിദ്യയുമായിട്ട് ഒരു വളരെ, അതായത് നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രണയമായിരുന്നു എന്നാണ് ശ്രീവിദ്യ എന്നോടൊരിക്കൽ പറഞ്ഞിരുന്ന ആലോചിക്കണം. പ്രണയം തകർന്നതിന് ശേഷം എന്നാലോചിക്കണം. അത്രമാത്രം വിശ്വസിച്ചു. എന്തോ കാരണം കൊണ്ട്, ഉപേക്ഷിക്കപ്പെടാൻ കാരണങ്ങൾ പലതും കണ്ടെത്താം. പക്ഷെ അവിടെ ആ പ്രണയത്തിൻ്റെ ശരിക്കും ഒരു രക്തസാക്ഷിയായിരുന്നു ആര്? ശ്രീവിദ്യ. പിന്നീട് ഞാൻ കാണുന്നത്, പിന്നെയാണ് കണ്ടത് നമ്മുടെ പ്രശസ്ത സംവിധായകൻ, കലാസംവിധായകനുമായ ഭരതൻ്റെ, എനിക്ക് ഭരതേട്ടെന്ന് വിളിക്കുക, ഭരതേട്ടൻ്റെ സിനിമകൾ എടുത്തു നോക്കുക. ആദ്യകാലത്ത് ഭരതേട്ടൻ്റെ സിനിമകളിൽ ശ്രീവിദ്യ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ പ്രണയമായിരുന്നു. ഈ പ്രണയത്തെക്കുറിച്ച് പലർക്കും അറിയാം. അവർ വിവാഹം കഴിക്കാനും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഈ ലളിത ചേച്ചിയെ, KPSC ലളിതയെ ഭരതേട്ടന് വിവാഹം കഴിക്കേണ്ടി വന്നെന്ന് ആലോചിക്കണം. അപ്പോൾ ഇത് പലരും പറഞ്ഞു കേട്ടെങ്കിലും അങ്ങനെയൊന്നും ഇല്ല എന്ന രീതിയിൽ തന്നെയാണ് ലളിത ചേച്ചിയും അഭിനയിച്ചത്, ജീവിച്ചത്. അത് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇവരുടെ പ്രണയം വളരെ നേരിൽ കണ്ട ഒരാളാണ്. പ്രേംചൽ ഭരതേട്ടൻ പാട്ട് പാടും, ശ്രീവിദ്യയും പാട്ട് പാടും. ഒഴിവ് കിട്ടുമ്പോൾ, ഇപ്പോൾ ടേക്ക് കഴിഞ്ഞ് ഇത്തിരി ഗ്യാപ്പ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ശ്രീവിദ്യയോട് ഇതിന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ഡയലോഗുകൾ പറഞ്ഞു, ഡയലോഗിൽ നിന്നും അത് പാട്ടിൻ്റെ വരികളായി മാറി രണ്ടുപേരും കൂടി യുപ്പഗാനം പാടുന്ന പോലെയുള്ള പാട്ടുണ്ട്. അതെന്ത് രസമാണെന്നറിയാമോ? അവിടെ നമ്മൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇവർ ശരിക്കും പ്രണയാതുരായുള്ള മനസ്സുകളാണെന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെ അത് കണ്ടിരിക്കാൻ രസമാണ്. അവരങ്ങനെ ചെയ്യുമ്പോഴും കണ്ടിരിക്കാൻ രസമാണ്. അപ്പോൾ ഭരതേട്ടനും ശ്രീവിദ്യയും കല്യാണം കഴിക്കുമെന്നും ഒരു ഘട്ടത്തിൽ അവർ വിശ്വസിച്ചു പോയി. ഈ രണ്ട് കല്യാണവും നടന്നില്ല. പക്ഷേ എങ്കിലും കമലഹാസനെ മാറ്റിയെങ്കിലും
ഇവർ തമ്മിലുള്ള വിവാഹം നടക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും രണ്ടുപേരും പ്രണയം സൂക്ഷിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു നേർക്കാഴ്ച ഈ ഒഴിവുകാലം എന്നുള്ള സിനിമയാണ്. കുറേ കാലത്തിന് ശേഷം ഭരതേട്ടൻ്റെ സിനിമയിൽ ശ്രീവിദ്യ അഭിനയിക്കാൻ വന്നു. പ്രേംനസീർ, ശ്രീവിദ്യ, കരമന, രോഹിണി, അങ്ങനൊരു നിര ആ സിനിമയിലുണ്ട്. KTCക്കാരാണ് ആ സിനിമയെന്ത്. അപ്പോൾ ഞങ്ങൾ അത് ഭരതേട്ടൻ്റെ ചില സംവിധായകരുടെ ലൊക്കേഷനിൽ ഞങ്ങൾ 2-3 ദിവസമൊക്കെ ഉണ്ടായിരിക്കും. വേറെ ഒന്നുമല്ല, സിനിമ പഠിക്കാൻ മാത്രമല്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ള, നമ്മൾ നല്ല സദ്യ കഴിച്ച സുഖം എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ളത്ര മാറ്ററുകൾ ഈ ഇവരുടെയൊക്കെ ലൊക്കേഷനിൽ കിട്ടും. അത് ഒരു പുതുമയുള്ള വർക്കുകൾ തന്നെയായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിൽ ലളിത ചേച്ചി ഇതറിഞ്ഞ് ഇഷ്ടമായി. ആദ്യം ശ്രീവിദ്യ ഉണ്ടെന്ന് അറിയുമായിരുന്നില്ല അവർക്ക് നിലയ്ക്കും. ഇതറിഞ്ഞ് പിടിച്ച് ലൊക്കേഷനിൽ വന്ന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അപ്പോഴും നിശബ്ദമായി ആ പ്രണയം ശ്രീവിദ്യ സൂക്ഷിച്ചിരുന്നാലോചിക്കണം. പിന്നെ ഇവർ കല്യാണം കഴിഞ്ഞു. കല്യാണം എന്ന് പറഞ്ഞാൽ ശ്രീവിദ്യയ്ക്കൊരു വിവാഹം കഴിച്ചേ പറ്റുള്ളൂ. അതും ഒരു പ്രണയം തന്നെയാണത്. അതൊരു ക്രിസ്ത്യൻ നാമധാരിയായ ഒരു ചെറുപ്പക്കാരൻ താൻ വളരെ കോടീശ്വരനാണ്, സിനിമാ നിർമ്മാതാവാണ് എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ അദ്ദേഹം ആ ഒരു സിനിമയുടെ ഭാഗം തന്നെയായിരുന്നു. ഞാനിപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരെയും നമ്മൾ പേര് പറഞ്ഞ് ആക്ഷേപിക്കുന്നു, ശരിയല്ലാത്തത് കൊണ്ടാണ് പറയുന്നത്. നമുക്ക് ആരും ദ്രോഹിക്കണമെന്നില്ല. കാര്യം ഇപ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ശ്രീവിദ്യ മാത്രമാണ്. ശ്രീവിദ്യയും പ്രണയവും ഫോക്കസ് ചെയ്യുമ്പോൾ മറ്റൊക്കെ ഒരു പൊക്കോട്ടെ വെച്ചിട്ടാണ്. അപ്പോൾ ശ്രീവിദ്യ അപ്പോൾ തോന്നി ഇനി കല്യാണം കഴിക്കാം. പക്ഷേ ആ കല്യാണത്തിനോട് ML വസന്തകുമാരി അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. ശ്രീവിദ്യയെ ഇഷ്ടപ്പെടുന്ന മറ്റു പല നടന്മാർക്ക് ഇഷ്ടമായിരുന്നില്ല. അവരൊക്കെ പറഞ്ഞു നീ ചതിക്കപ്പെടാൻ പോകുന്നു വിദ്യയെ എന്നൊക്കെ പറഞ്ഞിരുന്നേ. അപ്പോൾ അന്ധമായ പ്രണയവും അവിടെ ഉള്ളത് കൊണ്ട് ഈ മനുഷ്യൻ്റെ മൈനസ് പോയിൻറ്റുകളൊന്നും കാണാൻ ശ്രീവിദ്യയ്ക്ക് കഴിഞ്ഞില്ല. അവർ വിവാഹം കഴിക്കുന്നു എന്നുള്ളതാണ്. അവർ രണ്ടുപേരും അപ്പോൾ ആ ശ്രീവിദ്യയുടെ ഭർത്താവായി വന്ന് ഞങ്ങളും തമ്മിൽ മാധ്യമപ്രവർത്തനം അടുപ്പമുണ്ടായിരുന്നു ആലോചിക്കണം. പക്ഷെ അവിടെ ഒരു വലിയ മഹാലിംഗപുരത്താണ്, ഒരു വലിയ നല്ല മനോഹരമായ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അവിടെ നമ്മൾ ഈ ചില ശ്രുതിയുടെ ഇടയിൽ അപശ്രുതികൾ വന്നു തുടങ്ങി എന്നുള്ളൊരു പ്രചരണം വന്നു തുടങ്ങി. അപ്പോൾ എപ്പോഴും സന്തോഷിച്ചിരുന്ന ശ്രീവിദ്യയുടെ മുഖത്ത് എവിടെയോ ദുഃഖം നെളിക്കുന്ന പോലെ നമുക്ക് പലപ്പോഴും കാണാമായിരുന്നു. എങ്കിലും അവർ ചിരിക്കാൻ ശ്രമിക്കും. അപ്പോൾ ദുഃഖം കലർന്ന ചിരി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹൃദയം തുറന്നുള്ള ചിരിയുമായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന രീതിയിൽ വെറുതെ അങ്ങനെ പറഞ്ഞു പോകുമായിരുന്നല്ലോ. അതായിരുന്നില്ല സത്യമെന്ന് പറഞ്ഞാൽ അവരുടെ വിവാഹ ജീവിതം പരാജയമായിരുന്നു എന്ന് അറിയാൻ അധികം സമയം വേണ്ടി വന്നില്ല. അതിന് ശ്രീവിദ്യയുടെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് കുറേ കുഴപ്പങ്ങളുണ്ട്. ശ്രീവിദ്യ വിചാരിച്ചതിനേക്കാൾ ദുഷ്ടത്തിലെന്ന് പറയാൻ പറ്റുമോ, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അത് മുഴുവൻ വിളിച്ച് അവർ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു ആലോചിക്കണം. പിന്നെ ഇതൊക്കെ അവരുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പിന്നെ അവർ ഡിവോഴ്സിൻ്റെ കാര്യത്തിൽ ആലോചിച്ചു. അദ്ദേഹം തന്നെ ശ്രീവിദ്യ ഭർത്താവ് തന്നെ വേറെ വിവാഹം കഴിച്ചു. ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നം ഉണ്ടായിട്ട് അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഇവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നെന്ന് ആലോചിക്കണം. ഒരു രാത്രി ഉടുവസ്ത്രത്തോടെയാണ് ശ്രീവിദ്യ ആ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതിന് കാരണം തൻ്റെ സ്വത്തെല്ലാം കല സ്വത്തുക്കളും ഇദ്ദേഹം എഴുതി വാങ്ങിയിരുന്നു ആലോചിക്കണം. അവിടെ ശ്രീവിദ്യയെ ഇറങ്ങിപ്പോകുന്നു. പിന്നെ സിനിമയിൽ സജീവമാണ്. അവർ കുറച്ചും കൂടി ഫാറ്റായിരുന്നു ആലോചിക്കണം. അപ്പോൾ ഞാനന്ന് മദ്രാസിൽ എഴുത്തുമായിട്ട് കൂടുതൽ സമയം മദ്രാസിലുണ്ടായിരുന്ന സമയമാണത്. അപ്പോൾ ഒരിക്കൽ ഞങ്ങളുടെ ഒരു ഫംഗ്ഷന് ശ്രീവിദ്യ വന്നു. അപ്പോൾ അവർ മോസ്റ്റ് മോഡേൺ രീതിയിലാണ് അവർ ഡ്രസ്സൊക്കെ ധരിച്ചു വന്നിരുന്നത്. കുറച്ച് സ്ലിമ്മായിരിക്കുന്നു, ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ട് ചോദിച്ചു എന്താണ് സജീവമായി, ഇപ്പോൾ തടിയൊക്കെ കുറച്ചല്ലോ. അതേ, സിനിമയിൽ ഞാൻ സജീവമാകാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എന്തായി, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അതൊക്കെ അറിഞ്ഞു. കേസെന്തായി, സ്വത്തൊക്കെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. കേസ് ജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും സ്വത്ത്, പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ട പലതും തിരിച്ചു കിട്ടില്ല എന്നൊരു വേദനയോടെ എന്നവർ പറയുകയുണ്ടായി. പക്ഷേ അവർ പിന്നെ സിനിമയിൽ സജീവമായി എന്നാലോചിക്കണം. സിനിമയിൽ സജീവമായി കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവർക്ക് ഓർക്കാപ്പുറത്ത് അസുഖം ബാധിച്ചതെന്ന് ആലോചിക്കണം. ഈ അസുഖം ബാധിച്ചത് മുതൽ ഇവർ പലരുമായും കാണാനോ സംസാരിക്കാനോ ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ്. ക്യാൻസറിൻ്റെ തുടക്കമായിരുന്നു എന്നാലോചിക്കണം. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യമുണ്ട്. ഇഷ്ടപ്പെട്ട കൂട്ടത്തിലായിരുന്നു നമ്മുടെ ഗണേഷ് കുമാർ. ഇഷ്ടപ്പെട്ടൊരു നടനായിരുന്നു ആലോചിക്കണം.
അവർ തമ്മിൽ നല്ല റിലേഷൻഷിപ്പായിരുന്നു. അപ്പോൾ ഒരു അത്ര വിശ്വസ്തൻ എന്ന രീതിയിൽ തന്നെയാണ് ഗണേഷ് കുമാറുമായിട്ട് അവർ ബന്ധപ്പെട്ടിരുന്ന് ആലോചിക്കണം. അപ്പോൾ അത് അവസാന നാളുകളിൽ പോലും തിരുവനന്തപുരത്ത് അവർ താമസിച്ചിരുന്നു. തിരുവനന്തപുരത്ത് അവർ ഹോസ്പിറ്റലിൽ ക്യാൻസർ ബാധിച്ച് അവിടെയാണ് കിടന്നിരുന്നത്. പക്ഷേ ആ ഇടയ്ക്ക് അവർ ചിലരെയൊക്കെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു പോയി. കാരണം തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിലാണ് അവർ ആഗ്രഹിച്ച ഒരു പേര് കമലഹാസൻ്റെ ആയിരുന്നു ആലോചിക്കണം. അപ്പോൾ ആദ്യത്തെ പ്രണയത്തിൻ്റെ ആ സ്മാരകം അവരപ്പോഴും സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കമലഹാസൻ വരുമോ എന്നവർക്ക് അറിയുമായിരുന്നില്ല. പക്ഷേ കമലഹാസൻ വന്നു. സംസാരിച്ചോ എന്ന് ചോദിച്ചാൽ സംസാരിച്ചു. പക്ഷേ പിന്നെ അധികകാലം അവർക്ക് ജീവിച്ചിരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഞാനിത് പറയാൻ കാരണം എല്ലാവർക്കും ദുഃഖമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഈ വെള്ളിത്തിരയിലെ നമ്മളൊക്കെ ആരാധിക്കുന്ന കോടികൾ സമ്പാദിക്കുന്ന പറയുന്ന നടികളും നടന്മാരും ഒക്കെ പലർക്കും ജീവിതത്തിൽ നമ്മളെക്കാൾ വലിയ ദുഃഖങ്ങൾ അവർക്കുണ്ടെന്ന് ആലോചിക്കണം. നമ്മുടെ ദുഃഖത്തിന് പരിമിതി ഉണ്ടാവില്ല, അവർ ദുഃഖമുണ്ടെന്ന് ആലോചിക്കണം. പക്ഷേ എത്രയോ വലിയൊരു ബ്രാഹ്മൺ കുടുംബത്തിൽ ജനിച്ച് എം.എൽ.എ. വസന്തകുമാരിയുടെ മകളായി വളർന്ന ശ്രീവിദ്യ എവിടെയോ എത്തേണ്ടതായിരുന്നു ആലോചിക്കണം. പക്ഷേ എനിക്ക് അവരെ ആ നടി എന്ന നിലയ്ക്ക് എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ നാന എന്നുള്ള പ്രസിദ്ധീകരണത്തിലേക്ക് ഒരു കുടുംബം പോലെ തന്നെ ആവശ്യത്തിലേറെ മാറ്ററുകളും അവർ സംഘടിപ്പിച്ചു തന്നിരുന്നു ആലോചിക്കണം. അതിബുദ്ധിമതിയായിരുന്നു ആലോചിക്കണം. അങ്ങനെയുള്ള ശ്രീവിദ്യ മരണത്തിന് കീഴടങ്ങിയതാണ്. അവരുടെ മനസ്സ് എന്നും പ്രണയത്തിന് വേണ്ടി ദാഹിച്ചിരുന്നൊരു മനസ്സാണിത്. പ്രണയവും നഷ്ടപ്പെട്ടു, സ്വത്തും നഷ്ടപ്പെട്ടു. അവരുടെ ജീവിതത്തിൽ അവർക്കൊരു ദുഃഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കുഞ്ഞ് അവരുടെ സ്വപ്നമായിരുന്നു ആലോചിക്കണം. ആ കുഞ്ഞ് ഉണ്ടായിരുന്നെങ്കിൽ അവർ കുറേ കൂടി അവരുടെ എല്ലാ ദുഃഖങ്ങളും മറയ്ക്കാൻ കഴിയുമായിരുന്നുള്ള വിശ്വാസമായിരുന്നു അവർക്ക്. അവർ അവസാന കാലത്ത് തൊട്ട് മുമ്പ് അവർ തമ്മിൽ കണ്ടപ്പോൾ പറയുകയുണ്ടായി, പ്രണയം എന്ന് പറഞ്ഞാൽ ചിലർക്ക് മാംസദാഹം മാത്രമാണ്. പക്ഷേ എനിക്ക് അതായിരുന്നില്ല. എനിക്ക് പ്രണയം തന്നെയാണ്. ആ പ്രണയത്തിനിടയിൽ എന്നോ നമ്മൾ അലിഞ്ഞു ചേരുമ്പോഴുണ്ടാകുന്ന ആത്മസമൃദ്ധി, അതാണ് ഞാൻ ഇന്നും കൊണ്ടു നടക്കുന്ന പ്രണയം എന്നാണ് അവർ പറഞ്ഞത്. അവരെന്തൊക്കെയാണ് വിചാരിച്ചത്, എന്തൊക്കെയാണ് വിചാരിക്കാതിരുന്നത്, എന്തൊക്കെയോ ഒരു സ്വപ്നം കണ്ടു എന്നുള്ളത് പിന്നെ അവർക്ക് മാത്രം അറിയാവുന്ന കാര്യം. ആരെങ്കിലും അവരോട് നീതികേട് കാണിച്ചിട്ടില്ലെങ്കിൽ അത് തിരുത്താനുള്ള അവസരങ്ങൾ വന്നിരിക്കുന്നു.